മോണ്ടിനീഗ്രോ എന്ന രാജ്യത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്, കോട്ടൂർ. ഒരു വശത്ത് വലിയ മലകളും മറുവശത്ത് മനോഹരമായ കടലുമുള്ള ഈ സ്ഥലം കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദിവസവും ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. ഇതാണ് ഇവിടുത്തെ ഓൾഡ് ടൗൺ. നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയ വലിയ കൽമതിലുകൾ ഇപ്പോഴും ഇവിടെ മാറ്റമില്ലാതെ നിൽക്കുന്നുണ്ട്. ഈ നഗരത്തിനുള്ളിലേക്ക് വണ്ടികൾക്ക് പ്രവേശനമില്ല. ഇവിടെ നടക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഇവിടുത്തെ പൂച്ചകളെയാണ്. വഴികളിലും കടകളുടെ മുന്നിലും ഇഷ്ടം പോലെ പൂച്ചകളെ കാണാം. പണ്ട് ഈ നഗരത്തിൽ എലികളുടെ ശല്യം കൂടിയപ്പോൾ അവയെ തുരത്താനാണ് ആളുകൾ പൂച്ചകളെ വളർത്താൻ തുടങ്ങിയത്. എന്നാൽ ഇന്ന് പൂച്ചകൾ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണമാണ്. ഇവരെ സംരക്ഷിക്കാൻ ഇവിടെ പ്രത്യേക ആളുകളുണ്ട്. പൂച്ചകൾക്കായി ഒരു മ്യൂസിയം പോലും ഈ നഗരത്തിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സിറ്റി ഓഫ് കാറ്റ്സ് എന്ന പേരും കോട്ടൂറിനുള്ളത്. ഇനി നമുക്ക് ആ മലമുകളിലുള്ള സാൻ ജിയോവാനി കോട്ടയിലേക്ക് ഒരു ചെറിയ ഹൈക്കിംഗ് നടത്താം. ഏകദേശം 1300-ലധികം കൽപ്പടകൾ കയറി വേണം മുകളിലെത്താൻ. കുത്തനെയുള്ള ഈ കയറ്റം കയറുക എന്നത് അത്ര എളുപ്പമല്ല. മലമുകളിലെ വലിയ കോട്ട ലക്ഷ്യമാക്കി നമ്മൾ പടവുകൾ കയറുമ്പോൾ ഏകദേശം പകുതി ദൂരം എത്തുമ്പോൾ കാണുന്ന ഒരു ചെറിയ പള്ളിയാണിത്. ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് റെമഡി എന്നാണ് പേര്. 16-ാം നൂറ്റാണ്ടിൽ, അതായത് ഏകദേശം 1518-ൽ നിർമ്മിച്ചതാണ് ഈ പള്ളി. പണ്ട് ഈ നഗരത്തിൽ ഒരു വലിയ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെട്ട നാട്ടുകാരും കപ്പൽ ജീവനക്കാരും ചേർന്ന് നന്ദി സൂചകമായി നിർമ്മിച്ചതാണ് ഈ പള്ളി. ഹൈക്ക് ചെയ്തു വന്ന സഞ്ചാരികൾക്ക് അല്പം വിശ്രമിക്കുവാനും താഴെയുള്ള നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കാനും പറ്റിയ ഒരു നല്ല ഇടം കൂടിയാണിത്. 1 മണിക്കൂറോളം കഷ്ടപ്പെട്ട് നമ്മൾ ഈ കോട്ടയുടെ മുകളിലെത്തിയാൽ താഴെ കാണുന്ന കാഴ്ചകൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. താഴെ ചെറിയ കളിപ്പാട്ടങ്ങൾ പോലെ കാണുന്ന ചുവന്ന മേൽക്കൂരയുള്ള വീടുകളും നീലനിറമുള്ള കടലുകളും എല്ലാം ചേരുമ്പോൾ ഒരു വലിയ പെയിന്റിംഗ് കാണുന്ന പോലെ തോന്നും. പ്രകൃതി ഭംഗിയും ചരിത്രവും ഒത്തിണങ്ങിയ ഈ മനോഹരമായ കോട്ടൂർ നഗരത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.